നമസ്കാരം. പട്ടാമ്പി ഉപജില്ലാ കലോത്സവം കൊപ്പം സ്കൂളിൻ്റെ മണ്ണിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൺ സ്റ്റേജ് മത്സരങ്ങളുടെ രണ്ടാം ദിനമാണ് ഇന്ന് പൊതുവെ ഗ്ലാമർ ഇനങ്ങൾ കുറവാണ്. പക്ഷേ ഇന്ന് കാണികളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഇനമാണ് സംസ്കൃത നാടകം. ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് കാരക്കുത്തങ്ങാടി VVAUP സ്കൂളിലെ സംസ്കൃത നാടകം കഴിഞ്ഞിറങ്ങിയ കുട്ടികളാണ്. UP നാടകമായിരുന്നു. ഇവർ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. സ്ക്രീനിലെ താരങ്ങളാണ് നമ്മളുടെ കൂടെ, അതായത് വേദി കാണികളെ ആകർഷിച്ച വേദിയിലെ താരങ്ങളാണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഇക്കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു നാടകത്തിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുത്ത 2-3 ടെക്നീഷ്യന്മാരെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവരാണ് ആ പിന്നിലെ താരങ്ങൾ. എന്താണ് പേര്? സജീഷ്, അതിരത്, മിഥുൻ. അതെ, എന്തായിരുന്നു ഇത്? വലിയ ആൾക്കാർ ചെയ്യുന്ന ഒരു ജോബാണ്. മീൻസ് ഒരു വേദി മൊത്തത്തിൽ ഇങ്ങനെ നിങ്ങളാണ് കൺട്രോൾ ചെയ്തിരുന്ന മ്യൂസിക് വേണ്ട രീതിയിൽ കൊടുത്തിട്ട്. അപ്പോൾ പേടിയുണ്ടായിരുന്നോ? ഇല്ല. എന്തായിരുന്നു നിങ്ങളെ സെലക്ട് ചെയ്യാൻ കാരണം? ടീച്ചർ അവിടെ ചോദിച്ചപ്പോൾ ഞങ്ങൾ ചേർന്നു. ഇപ്പോൾ 7ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അപ്പോൾ കമ്പ്യൂട്ടർ പരിശീലനമൊക്കെ എവിടുന്ന? സ്കൂളിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ബിഹൈൻഡിൽ ആരായിരുന്നു നിങ്ങളെ ട്രെയിൻ ചെയ്യിച്ചതൊക്കെ? ടീച്ചറാണ്. അപ്പോൾ പിന്നെ എന്നിട്ട് ഇത് പഠിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു? അതെ അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കറക്റ്റ് സമയത്ത് തന്നെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് തന്നു? അതെ, എവിടെയും ഒരു കുഴപ്പം തോന്നിയില്ല? ഓക്കെ, നാടകത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ലതായിരുന്നു. എങ്ങനെയായിരുന്നു മിസ് ഇവരുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളും? അവര് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ താല്പര്യം കൊണ്ട് തന്നെയാണ് ഈ നാടകം എടുത്തതും അവരുടെ ഇഷ്ടം കൊണ്ട് തന്നെയായിരുന്നു. നിരവധി നാടകങ്ങൾ നമ്മളിവിടെ കണ്ടെങ്കിലും ഇത് ശ്രദ്ധിക്കപ്പെടാൻ കാരണം നിങ്ങളുടെ ടെക്നീഷ്യന്മാരാണ്, കുട്ടി ടെക്നീഷ്യന്മാർ. അവർ വളരെ കൈകാര്യം ചെയ്യണ്ടായിരുന്നു, കൃത്യസമയത്ത് മ്യൂസിക് കൊടുത്തിട്ടൊക്കെ. അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല കുട്ടികളാണ്. അവർ മ്യൂസിക് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനൊക്കെ ആദ്യം തൊട്ടേ അവർ പിന്നണിയിൽ നിന്നിട്ട് നന്നായി പ്രവർത്തിച്ചിരുന്നു. ആ ഒരു അഭിരുചി തിരിച്ചറിഞ്ഞത് എങ്ങനെയായിരുന്നു? അവരുടെ ക്ലാസ്സിൽ നന്നായിട്ട് ആക്റ്റീവ് ആകുന്ന കുട്ടികളെ തിരഞ്ഞെടുത്തതാണ്. അവർ വളരെ മികച്ച രീതിയിൽ ഇത് ചെയ്തു. അതെ അല്ലേ. എവിടെയും സൗണ്ടിനും സ്കോറിനും ഒന്നും ഒരു ബുദ്ധിമുട്ട്? ഞങ്ങളത് ശ്രദ്ധിക്കായിരുന്നു. കറക്റ്റ് സമയത്തായിരുന്നു അവരത് ചെയ്തത്. അപ്പൊ സ്കൂളിന് അവരും ഒരു അഭിമാനമാണ്. ശരിക്കും അഭിമാനമാണ്. അതെ, പിന്നണിയിൽ നിൽക്കാനാണ് അവർക്ക് ഇഷ്ടം. പിന്നണിയിൽ സൈലന്റ് ആയിട്ട് തന്നെ അവർ തുടരുകയാണ്. അപ്പോൾ നിങ്ങളുടെ നാടകത്തിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും നല്ലൊരു റിസൾട്ട് ആശംസിച്ചുകൊണ്ട് നിള 24 ലൈവിന് വേണ്ടി രഹന തബസം. ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു. ഇമ്മാനുവൽ സിൽക്സ്, M Space ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി.